ഇതാണ് കഥ നല്ല വലുതലേ കഥ പൊന്തിക്കണ്. ഇത് കൊടുന്നാക്കിയിട്ട് ഒന്നും കൂടി വലുതായിക്കണേ. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയൊരു ഡേ മൈ ലൈഫ് വ്ലോഗാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഡേ മൈ ലൈഫ് ആണല്ലേ. പകർക്ക് പോവാണ്. അവിടെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് എന്തോ വാങ്ങാനുണ്ട്, എന്തോ കൊടുക്കാനുണ്ട്. പിന്നെ അങ്ങനാടിയിൽ നിന്ന് എന്തോ വാങ്ങാനുണ്ട്. അങ്ങനാടിയിൽ നിന്ന് അമൃതപ്പൊടി എത്താപ്പോ മഴയൊക്കെ ഇന്നാണ്ടാക്കി തന്നു. എന്നിട്ട് അമ്മച്ചി കൊടുക്കാൻ ചോദിക്കും. ഇത്രയും ദിവസം ഞാൻ അവിടെ ചോറും കുത്തിയിരുന്നപ്പോൾ അമ്മച്ചി കൊന്നു ചെയ്യാൻ. ഇതാണ് എൻ്റെ ന്യൂ ലുക്ക്. പകരത്തേനാ ഒരു പകരം വരെ ഉണ്ടാവുള്ളൂ. അവൾക്ക് ഉമ്മാക്കൊന്ന് ആശ്രയിച്ചിട്ട് ഉമ്മാൻ്റെ അഭിപ്രായം ഒന്ന് കേട്ടിട്ടാണ് വരും. ഇതാണ് ഞങ്ങളുടെ അംഗൻവാടി. കൈബക്കൊക്കെ വരാനുള്ള അംഗൻവാടി. ഇവിടെ അടച്ചിക്കണം. കഴിഞ്ഞിട്ടുണ്ടാവും. പാകരക്കുളം അപ്പച്ചീൻ്റെ നാട്. അസ്ലം സ്റ്റോർ ഉണ്ട് ഇവിടെ. അസ്ലം സ്റ്റോർ എവിടെ? അസ്ലം സ്റ്റോർ. ദിസ് ഈസ് അസ്ലം സ്റ്റോർ. ഈ കുളിഗ്രാമത്തേക്ക് ഈ റോഡിൽ കയറണം. അപ്പം നമുക്ക് പകരക്കുളത്ത് ഇവിടെ വേലൊക്കെ ആനൊക്കെ വരാറുണ്ട്. ഇവിടുന്ന് കാണിച്ചതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് പോയാൽ നമ്മളെ വീട് എത്തും. എൻ്റെ ടുഡേ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. ഞങ്ങളെ പച്ചപ്പ് നിറഞ്ഞ നാടാണ് ഈ റോഡ്. നല്ല രസമുള്ള റോഡാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതി കാരണം പൊളിഞ്ഞു കിടക്കുന്ന റോഡാണ്. ഒരു പൊട്ടുപൊടി അയമാക്കാൻ്റെ വര. ഉപ്പാൻ്റെ പച്ചീൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്. അപ്പം അയമാക്ക അപ്പം അതാണ് പാടം. അവിടെ ഇത് സെയ്താത്താൻ്റെ വര, ഇത് സെപ്പ്യാത്താൻ്റെ വര, ഇത് പള്ളി കണ്ടോ. നമ്മളെ പെൻ്റെ മേലത്തന്നെ പള്ളിയാണ്. പോത്തുണ്ട്, കാറുണ്ട്, ജീപ്പുണ്ട്, തൊഴുത്തിൽ പോത്തുണ്ട്. പിന്നെ പുറത്തുണ്ടാവുക കുറച്ച് നേരത്തിനുള്ളു. ഇപ്പൊ ഇയാടെ പോട്ടിറച്ചിയ ചായ വേണോ? ഇഷ്ടല്ല. ഇത് നല്ല ഭംഗിയുള്ള ഗ്രാമം അല്ല, പാടം. ഇതുണ്ട്. പിന്നെ ഞങ്ങളെ മാക്സി വെക്കാൻ നിൽക്കാം. നോക്കട്ടാ പാടത്തിന്റെ കളർ ഇതിൽ നോക്കുക, ഒറിജിനൽ നോക്കാം.
ആടിനെയും പശുവിനൊക്കെ ഒഴിവാക്കിയ ചിലപ്പം കുറച്ച് കൂടുതലുള്ളത് 6 വലിയവരുണ്ട്. ഇപ്പൊ കുറഞ്ഞതിനും എന്ത് വലുതായി സ്കൂളിൽ പരിപാടി ഉണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് ചെയ്യാൻ ഞാൻ പ്രിൻസിപ്പാളിൻ്റെ താത്താൻ്റെ കുട്ടിൻ്റെ പ്രോഗ്രാം ഉണ്ട്. പിന്നെന്താ സ്കൂള് ഞങ്ങളെ സ്കൂളിൽ തന്നെ പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂൾ ചെയ്യാം. അപ്പൊ ഞങ്ങൾക്ക് സ്കൂളുണ്ട്, പക്ഷെ ഞങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല. എന്നോട് നാശമാമ വെച്ച് ഇന്ത്യ സ്കൂൾ കഴിഞ്ഞ പരിപാടിയാണ് പോയിട്ട് ഈ ഗൈഡല്ല എനിക്കെല്ലാം അവിടുത്തെ ഇതൊക്കെ ഉണ്ടാവും പഠിച്ച് നിന്നതല്ലേ വെച്ചോണ്ട് കുറേ ശരിയാണ്, ഞങ്ങൾക്ക് യൂണിഫോം ഒക്കെ ഇട്ടൊന്ന് കൊണ്ടുവരില്ലേ? നിർബന്ധമായിട്ട് യൂണിഫോം ഓരോ ക്ലാസ്സിൽ വന്ന് ചെക്ക് ചെയ്യുന്ന മിസ് വോയിസ് വെച്ച് ചെറിയല്ല ഞാനില്ല ടീച്ചർ കടക്കി ലീവാക്കി പറഞ്ഞിട്ടുണ്ടോ. 24 ഹവേഴ്സ് ഇവിടെ ATM 2 ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. 2 പിന്നെ ഒരു ഔഷധശാല ഉണ്ട്. പിന്നെ മുന്നേ ഇവിടേക്കാക്കിയുള്ള ഗുണം ഇട്ടാ കാണുന്നതൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് ഓരോരുത്തർ. അച്ഛൻ്റെ പോകാൻ ചത്തു. എത്ര മണി വരെ ഉണ്ട്? രാത്രി വരെ ഉണ്ടാ? വൈകുന്നേരം വരും ഞാൻ കേട്ടാ. പിന്നെ അവിടുന്ന് ഞാൻ നേരെ പോകുന്നത് അസിമോളെ വീട്ടിലേക്ക് ആട്ടെ, നാത്തൂൻ്റെ വീട്ടിലേക്ക്. അവിടുന്ന് ഗോതമ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ എനിക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ നോമ്പാണ്, അപ്പം ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ടയർഡായിട്ടുണ്ട്. ഉമ്മ പോകുമ്പോൾ ഈ തേങ്ങ വറക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. തേങ്ങ ചിരകി കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. പിന്നെ കേക്കും വറക്കലും കറക്റ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നോമ്പിന് മുന്നോടിയായിട്ട് ചെയ്ത് വെക്കുന്ന കാര്യമായിട്ട് എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ്. പിന്നെ വരുന്ന വഴിയിൽ വത്തക്ക, അതുപോലെ നമ്മളെ തിരുമ്പുമ്പോൾ മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതും കംഫർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു 5:30 മണിക്ക് ഞാൻ തിരിച്ച് മിന്നുവിനെ വിളിക്കാൻ പോയിട്ടോ. ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോ എടുത്തു. പിന്നെ നോമ്പ് തുറക്കുമ്പോഴൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കാനൊന്നും ഒന്ന് ടൈം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടയേർഡായിരുന്നു. അപ്പോൾ പിന്നെ പൊറോട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. മുന്നേ ഉണ്ടായിരുന്നു, നീലവും ഉണ്ടായിരുന്നു, മിന്നും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ച് വരുന്ന വഴിയാണ് ആ കാണുന്നത് കേട്ടോ. പിന്നെ കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കടയ്ക്ക് തന്നെ പോവാണ് കേട്ടോ. ചിക്കൻ കറി കേക്കുമ്പാട്ട് പള്ളി, അവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ ഫാസ്റ്റ് കാക്കാൻ്റെ കട, ബാസിൽ കാക്കാൻ്റെ കട, ഏതോ ഒരു വെടിക്ക് 2 പശു. ഞങ്ങളോട് തന്നെയാണ്. ഞാൻ പിന്നെ തരണ്ടിട്ടാ. വെറുതെ പറയണേ.
കാലങ്ങൾക്ക് ശേഷം നല്ലപോലെ പോകാൻ പറ്റുന്നുണ്ട്. ഐ മീൻ ഇതിനെക്കാട്ടി കുണ്ടും കുജിയായിരുന്നു നന്നാക്കാത്തപ്പോ. ഇപ്പൊ കുറച്ച് കുഴപ്പമില്ലാതെ പോണേ കണ്ടോ. ആദ്യമൊക്കെ ആണെങ്കിൽ ഒന്നും കണ്ട് അങ്ങനെ 2 കുണ്ടൊക്കെ ചാടിയിട്ടേ പോകാൻ പറ്റുള്ളായിരുന്നു. വീട്ടിൽ കയറി നമുക്ക് കോമഡികൾ കട്ട് ചെയ്യാം. പകുതി മതി പറഞ്ഞിരുന്നു. സോ നമുക്ക് ശക്തിയാണ് ഗൈസ്. കുമ്മട്ടിക്ക് ആദ്യം നമ്മൾ നടു മുറിച്ചിട്ട് പിന്നെ അതിൻ്റെ നടു മുറിച്ചാൻ പഠിപ്പിച്ചു തരാം. ആദ്യം നമ്മളൊരു കൊമ്മട്ടിക എടുത്തിട്ട് നടു മുറിച്ചിട്ട് അതിൻ്റെ നടു മുറിച്ചിട്ട് അതോ കണ്ടം മുറിച്ചാൽ നമുക്ക് മധുരം നോക്കാം. മമ്മി നടു മുറിച്ചിട്ട് കണ്ടം മുറിഞ്ഞത് ഇങ്ങനെ ആക്കി വെക്കാം. എന്നിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇത് കട്ട് ചെയ്തിട്ട് ഇത് എന്താ കഴിക്കാൻ കട്ട് ചെയ്തിട്ട് ഇത് ഫ്രീസർക്ക് വെച്ചാൽ